സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ജ്യോതിഷ പണ്ഡിതന്മാര്, ജ്യോതിശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലും വിശ്വസ്തരായ എൻ്റെ സ്നേഹിതരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നാലാം ഭാവം. അതായത് നാലാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹത്തിനും അമ്മയുടെ സാന്നിധ്യവും സുഹൃത്തുക്കളുടെ സാന്നിധ്യവും കുടുംബ ബന്ധങ്ങളുടെ സാന്നിധ്യവും അമ്മാവൻ, അപ്പൂപ്പൻ, ഇങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു ഭാവമാകുന്നു നാലാം ഭാവം. നാലാം ഭാവമാണ് ചൈതന്യത്തിന്റെ, ഭാഗ്യത്തിന്റെയും എല്ലാം സുഖസ്ഥാനമാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉത്തമമായ ഘടകം കുടുംബജീവിതത്തിൽ. അപ്പോൾ നാലാം ഭാവത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുകയും നാലാം ഭാവത്തിൽ വേടന്റെ സ്ഥിതി വരികയും ചെയ്യുന്ന 4-5 നക്ഷത്രങ്ങളെ പറ്റി തൽക്കാലം പറയാം. അവർക്ക് ഇപ്പോൾ വീട് വയ്ക്കുവാൻ വളരെ ഉത്തമമായ കാലഘട്ടമാകുന്നു. ഒരു ഗ്രഹം വയ്ക്കുവാൻ നമ്മൾ എത്ര തന്നെ ശ്രമിച്ചിരുന്നാലും, എത്ര തന്നെ സാമ്പത്തിക ലെവൽ നന്നായിരുന്നാലും, ചില സമയങ്ങളിലും ഗ്രഹം ഉയരാൻ ചില നിമിത്തങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ട്. അത് നമ്മുടെ ജാതകത്തിലും നാലാം ഭാവത്തിനും ബലവും ഐശ്വര്യവും ഭാഗ്യവും സൃഷ്ടിപരമായും ദൈവികമായും ഉള്ള അവസ്ഥകൾ, നല്ല പൂർണ്ണ അവസ്ഥകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എത്ര തന്നെ സാമ്പത്തികം നമ്മളിൽ ഉണ്ടായിരുന്നാലും വീട് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ പലർക്കും സാധിക്കുന്നില്ല. ഒന്നുകിൽ തുടങ്ങാൻ സമയത്ത് തടസ്സങ്ങൾ, അല്ലെങ്കിൽ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുകയും ആ ദുർനിമിത്തങ്ങൾ വഴി അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും വീട് വയ്ക്കാൻ സാധിക്കാതെ വരുന്നു. ഒന്നുകിൽ ചില വഴിത്തർക്കം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യവഹാരങ്ങളിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും വീട് മുടങ്ങുന്നു. അത് ജ്യോതിശാസ്ത്രത്തിൽ പറയുമ്പോൾ നാലാം ഭാവത്തിൽ വേടന്റെ ഉദയമോ വേടദൃഷ്ടിയോ നിന്നാൽ നിങ്ങൾക്ക് വേഗം തന്നെ, എത്ര പൈസ ഇല്ലെങ്കിലും എത്ര വേദന അനുഭവിച്ചിരുന്നാലും ഗ്രഹം തീർന്നു കിട്ടും. കടമാണ് എന്ന് നമുക്കറിയാം, എങ്കിലും അത് പിന്നീട് പതുക്കെ വീടുവാനും സാധിക്കും. ലോണ് കിട്ടുക, അല്ലെങ്കിൽ ലോണ് പോലെ തന്നെ മറ്റ് ആൾക്കാരിൽ നിന്ന് കടം കിട്ടുക, ബന്ധുക്കൾ സഹായിക്കുക. പിന്നെ സാമ്പത്തികം ഉള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ നാം ഒരു ഗ്രഹം അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കുമ്പോൾ ചില നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ആ സ്ഥലം ചതുരമായി കിട്ടിയാൽ കൊള്ളാം. പക്ഷെ ഇന്ന് ചതുരമായി കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. എങ്കിലും ഒരു തച്ചുശാസ്ത്രജ്ഞനെ കാണിച്ച് അവിടെ ദൈവാധീനം, ദൈവചൈതന്യം എന്നിവ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നാഗർ ക്ഷേത്രത്തിനകത്തും അതുപോലെ നാഗർ ബന്ധമുള്ള സ്ഥലങ്ങളിലും വിഷ്ണു ക്ഷേത്രത്തിന്റെ പുറകുവശത്തും ഇടതുവശത്തും വീട് വയ്ക്കുന്നത് ഉത്തമമല്ല എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഉഗ്രമൂർത്തികളുടെ മുന്നിലും വലതു ഭാഗത്തും ഗ്രഹം വയ്ക്കുന്നത് ഉത്തമമല്ല എന്നും ശാസ്ത്രം പറയപ്പെടുന്നു. പൊതുവെ ദൈവാധീനമുള്ള സ്ഥലത്ത് നാം ഗ്രഹം വാങ്ങുന്നത് അല്ലെങ്കിൽ ഗ്രഹം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എങ്കിലേ നമുക്ക് രോഗദുരിതങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ദുരിതങ്ങളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള കഷ്ടപ്പാടുകൾ മാറാൻ വളരെ അനുകൂലമായിരിക്കും. ചില വീടുകളിൽ താമസിച്ചാൽ രോഗദുരിതങ്ങളും ശരീരത്തിൽ മറവ്, കറുപ്പ്, ഇങ്ങനെയുള്ള പാടുകൾ ഉണ്ടാകുകയും ചിലപ്പോൾ ദാരിദ്ര്യവും വരും. തൊഴിലുകൾ നഷ്ടപ്പെട്ടു പോവുക, സാമ്പത്തികം താന്നു പോവുക, അല്ലെങ്കിൽ ഗൃഹനാഥന് അതിൻ്റെ ബന്ധപ്പെട്ടവർക്ക് രോഗദുരിതങ്ങൾ എന്നിവ ഉണ്ടാകുക ആയി നാം കാണാറുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രഹം വാങ്ങാനോ അല്ലെങ്കിൽ ഗ്രഹം തുടങ്ങുവാനോ പ്രശസ്തരായ അല്ലെങ്കിൽ അറിവുള്ള ഒരു തച്ചു വിദഗ്ധനെ കൂടെ കാണിച്ചുകൊണ്ട് അവരെ അഭിപ്രായവും ആരാഞ്ഞ് ഗ്രഹം
ഭൂമിയോ വാങ്ങുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി ഏതെല്ലാം നക്ഷത്ര ജാതകർക്ക് 2024 മുതൽ 2024 ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ വരെ ഏതെല്ലാം നക്ഷത്ര ജാതകർക്ക് ഗ്രഹം നിർമ്മിക്കുവാൻ സാധിക്കും എന്ന് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് തിരുവോണം, ഔട്ടം, ചതയവും അതുപോലെ തന്നെ മകയിരം, ഉത്രാടം, പൂരാടം എന്നീ നക്ഷത്ര ജാതകർക്കും തൽക്കാലമായി വീടുകൾ തുടങ്ങുന്നത് ഉത്തമമായിരിക്കും. പ്രത്യേകിച്ച് ഔട്ടം, ചതയം, തിരുവോണം ഇവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം വ്യാഴന്റെ ഇഷ്ടസ്ഥിതി 4-ാം ഭാവവുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് ഇവർ വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വീട് തുടങ്ങുന്നത് ഇവർക്ക് വളരെ ഉത്തമമായി തീരും. വീട് വേഗം തീരുകയും അതിൽ നിന്ന് അവർക്ക് അഭിവൃദ്ധികളും ഉണ്ടാകും. മറ്റു നക്ഷത്രങ്ങളുണ്ട്, അത് അടുത്ത ഇതിൽ പറയും ഏതൊക്കെ നക്ഷത്രത്തിന് ആണ് വീട് നമ്മൾ തുടങ്ങിയാൽ വേഗം തീരുന്നത് ഈ കാലഘട്ടത്തിൽ. അങ്ങനെ ഈ നക്ഷത്ര ജാതകർക്ക്, അതായത് ഔട്ട നക്ഷത്ര ജാതകർക്ക് കുഞ്ഞുങ്ങളാണെങ്കിൽ ഏതാണ്ട് 35 വയസ്സ് വരെ വേഴദശ നിൽക്കുമല്ലോ. അതിനകത്ത് അവർക്ക് ഈ വർഷം തന്നെ വീട് തുടങ്ങിയാൽ ഉടനെ 6 മാസം കൊണ്ടോ 7 മാസം കൊണ്ടോ തീരും. അതുപോലെ ശനിദശ അടുത്ത് വരുന്ന ശനിദശ, ആ ശനിദശ തുടങ്ങുന്നവർക്കും വീട് ചാരവശാൽ അനുകൂല ഭാവമായതുകൊണ്ട് 4-ാം ഭാവം ബലമായതുകൊണ്ടും വീട് തുടങ്ങുന്നത് ഉത്തമം. അതുപോലെ പ്രായമായ ഈ നക്ഷത്രക്കാർക്ക് വീട് തുടങ്ങിയാൽ ഉത്തമമായി തന്നെ പര്യവസാനിക്കും. അതുപോലെ ചതയ നക്ഷത്ര ജാതകർക്കും വ്യാഴൻ 4-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഗ്രഹം വയ്ക്കുവാൻ, കുംഭക്കൂർ എന്ന് പറയും, ആ കുംഭക്കൂറുകാർക്ക് ഗ്രഹം വയ്ക്കുവാൻ ഇപ്പോൾ അനുകൂലമുള്ള സമയമാകുന്നു. അതുപോലെ തന്നെ തിരുവോണ നക്ഷത്ര ജാതകർക്കും ഗ്രഹം തുടങ്ങുന്നതിന് വ്യാഴന്റെ അനുഗ്രഹം കൊണ്ട് വളരെ വേഗം സാധിക്കും. ഗ്രഹം നന്നായിരുന്നാൽ നമ്മുടെ മനസ്സും ആത്മാവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതുപോലെ ഗ്രഹമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ ഐശ്വര്യവും തുടക്കവും അത് പ്രവർത്തനമായ രീതിയിൽ, നല്ല പ്രവർത്തന രീതിയിൽ കൊണ്ടുപോകുവാൻ ഗ്രഹത്തിന് സാധിക്കും. ഭാര്യാഭർത്തൃ സൗഖ്യം, സന്താന സൗഖ്യം, അമ്മയ്ക്കും അച്ഛനും ആരോഗ്യസ്ഥിതികൾ ഇവയെല്ലാം ഗ്രഹത്തിന്റെ ഐശ്വര്യങ്ങൾ കൊണ്ട് ഉണ്ടാകും. അത് നാം എല്ലാവർക്കും ഒരു പാഠമായി തന്നെ ഒരു ഗ്രഹം വയ്ക്കുമ്പോൾ വളരെ ദൈവജ്ഞനെ കൊണ്ട് ദിവസം കുറിച്ച് ഗ്രഹം തുടങ്ങുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ഭൂമി ആണെങ്കിൽ വാങ്ങുന്ന ഭൂമിയിൽ തച്ചു വിധി പ്രകാരം തച്ചുവലി നടത്തുക, അല്ലെങ്കിൽ അതിന് സാമ്പത്തിക ഭൂമി കണ്ട ശേഷം അതിൻ്റെ ഗുണനിലവാരം അനുസരിച്ച്, അതായത് ഒരു വാസ്തു നോക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് വാസ്തുബലി നടത്താമെങ്കിൽ വാസ്തുബലി നടത്താം. അതുപോലെ തന്നെ ഗണപതി ഹോമം തുടങ്ങിയ മറ്റ് പൂജകൾ നടത്തി ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അല്ലാതെ സാമ്പത്തികമായി പ്രയാസമുള്ളവർക്ക് ഗോമൂത്രം തളിക്കുക, പിന്നെ നവധാന്യം വിതറുക, ഇവയെല്ലാം വിതറി ആ ഭൂമിയിലെ ദോഷങ്ങളെ മാറ്റുവാൻ സാധിക്കും. ഇത് സാമാന്യ ചിലവിൽ ഒതുക്കാം. മറ്റതാകുമ്പോൾ ചിലവ് കുറച്ച് കൂടും. എങ്കിലും വാങ്ങുന്ന ഭൂമിയെ നാം വളരെ ഐശ്വര്യത്തോടുകൂടി പൂജാകർമ്മങ്ങൾ, അതുപോലെ തന്നെ ഗോമൂത്രം, നവധാന്യം എന്നിവ വിതറി, നവധാന്യം വിതറുമ്പോൾ അത് പൊടിച്ചു വന്നിട്ട് അതിനെ പശുവിനെ കൊണ്ട് തീറ്റിച്ചാൽ നമുക്ക് ഗ്രഹം തുടങ്ങുമ്പോൾ ഏറ്റവും ഉത്തമമായി പര്യവസാനിക്കുകയും അങ്ങനെ ഈ നക്ഷത്ര ജാതകർക്കും
മുകളിൽ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ഗ്രഹം താൽക്കാലികമായി തുടങ്ങുന്നത് ഉത്തമമാണ്. തുടങ്ങിയാൽ അത് വിജയിച്ചു വരികയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഞാൻ മലയങ്കിരി പുരുഷോത്തമൻ ജോർജ്.